നമ്മുടെ വയറിലുണ്ടാകുന്ന ഗ്യാസ് തള്ളുന്നത് കാരണമായിട്ട് ഒരു ബ്ലോട്ടിംഗ് എഫക്ട്, വയറ് വീർത്തിരിക്കുക, ആ ഒരു എഫക്റ്റിൽ ഈ ആമാശയത്തിൽ ഉണ്ടാകുന്ന ഗ്യാസ് പുറത്തോട്ട് തള്ളും. അപ്പൊ അതാണ് നമ്മുടെ ആമാശയത്തിന്റെ ഈ പറയുന്ന ദഹനത്തിന്റെ കോളത്തിലോട്ട് കടക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ അംശങ്ങൾ തള്ളുന്ന കൂടത്ത് കയറുമ്പോഴാണ് ഈ പറയുന്ന നെഞ്ഞീസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുള്ളത് ഒന്ന്. അപ്പൊ ഈ തള്ളുന്ന ഈ ബ്ലോട്ടിംഗ് എഫക്റ്റ് കുറയ്ക്കാൻ കാർബണേറ്റീവ് എഫക്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ അത് കുറയും. രണ്ടാമതായിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. ഐ മീൻ നമ്മുടെ ഈ നെഞ്ഞീസിന്റെ ബുദ്ധിമുട്ടോ ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ ഐ മീൻ അത് ഫീൽ ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത് ആമാശയത്തിന്റെ ഭിത്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പൈപ്പിന്റെ ഭിത്തിയിലൊക്കെ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് മുറിവ് ഉണക്കാനും സഹായിക്കും. മൂന്നാമതായിട്ട് ഇതൊരു ആൽക്കലൈസിങ് ഏജന്റ് ആണ്. ആസിഡ് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കും. ആസിഡിന്റെ കപ്പാസിറ്റി കുറച്ചിട്ട് ന്യൂട്രൽ ആക്കി മാറ്റുന്ന ടെൻഡൻസി ഉണ്ടായിരിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മല്ലി കഴിക്കുകയാണെങ്കിൽ അമിതമായിട്ട് ആസിഡിനെ ന്യൂട്രലൈസ് വരും. പക്ഷെ അത് മുന്നേ കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരം കേട്ടോ, കാരണം ദഹനം കുറയ്ക്കും. ഇനി നാലാമതായിട്ട് പറയേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇത് ആമാശയത്തിലെ ദഹന രസങ്ങളെ, ഡൈജസ്റ്റീവ് എൻസൈംസ്, ഡൈജസ്റ്റീവ് ജ്യൂസ്, ഇതൊക്കെ നല്ല രീതിയിലേക്ക് വർദ്ധിക്കും. അപ്പൊ പെട്ടെന്ന് ദഹനം നടക്കും. അമിതമായിട്ട് ഈ ആമാശയിൽ കിടന്ന് ഇങ്ങനെ കളിക്കില്ല, പെട്ടെന്ന് ദഹനം നടന്നിട്ട് അതിന് വർക്ക് കഴിക്കണം. അപ്പൊ ചോദ്യം എന്താണ്? ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മല്ലി തിന്നുന്നത് നല്ലതാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നെഞ്ഞീസിന് ബുദ്ധിമുട്ടോ ഗ്യാസിന് ബുദ്ധിമുട്ടോ ഉള്ള ആളുകൾ ഇച്ചിരി മല്ലി കഴിക്കുന്നത് നല്ലത് തന്നെയാണ്.